കൊല്ലം പുത്തൂരിൽ പോക്സോ കേസിൽ ജോത്സ്യൻ അറസ്റ്റിൽ. വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു 16-കാരിയെ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന വീടിനുള്ളിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു കുപ്രസിദ്ധമായ ഒരു ജ്യോതിഷാലയം, നാട്ടുകാരൊക്കെ ഒരുപാട് പരാതി പറയുന്ന ഒരു ജ്യോതിഷാലയമാണ് ഈ മുരാരിയുടെ ജ്യോതിഷാലയം നമ്മുടെ മനക്കരക്കാവിലുള്ളത്. ഈ ഒരു 5:30-6 മണി സമയത്താണ് ഈ സംഭവം. ഒരു അമ്മയും മകളും കൂടെ അവിടെ ജ്യോതിഷം നോക്കാനും അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്ത് എന്തോ ബാധയുണ്ട് എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി വന്ന അവരെയാണ് ഒരു പൂജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് വിളിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ഈ പീഡനം സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നു. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഔചാരികമായി പെൺകുട്ടി ബഹളം ഉണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് ശരീരമാകെ ബ്ലഡ് ആയി അയലോക്കത്തെ വീട്ടിൽ ഓടിക്കേറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറംലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രാഡാണ്. പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷരോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ്. ഒരു സുപ്രഭാതത്തി അതുപോലെ തന്നെ ചാരായം വാറ്റ്, ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി. അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഡന കേസുണ്ടായി. നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഇദ്ദേഹം കുറേ നാൾ ഒളിവിലായിരുന്നു. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ ജോത്സ്യനെതിരെ, മുരാരി തന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പല ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ട് വന്നിരുന്ന് ചർച്ചകളിൽ പങ്കെടുത്ത് വലിയ രീതിയിൽ ആളുകളെയൊക്കെ പറ്റിക്കാനുള്ള നീക്കം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനിടെയാണ് ഈ പോക്സോ കേസ്, ഒരു 16-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതി വരുന്നത്. അതും ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന വീടിനുള്ളിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം? ടോം, കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 4 മണിക്ക് ശേഷമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര പുത്തൂറിന് സമീപത്തുള്ള വെണ്ടാർ എന്നൊരു പ്രദേശത്താണ്. ഇവിടെ ഒരു ജ്യോതിശാലയം നടത്തുന്ന ഒരു ജ്യോത്സ്യനുണ്ട്. ഇയാളുടെ പേര് മുരാരി എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നത്. മുരാരി തന്ത്രി എന്നാണ് അറിയപ്പെടുന്നത്. ഇയാൾ മുൻപും ഒരുപാട് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പോക്സോ കേസ് ആദ്യമായിട്ടാണ്. അവിടെ ഒരു അമ്മയുടെയും സഹോദരനോടൊപ്പം ഒരു 16 വയസ്സുള്ള ഒരു പെണ്ണെത്തിയിരുന്നു. അപ്പോൾ ഈ പെണ്ണിന് ബാധ ഉണ്ടെന്നും ഒരു പ്രത്യേകം പൂജയിലൂടെ മാത്രമേ ഈ ബാധ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഈ പെൺകുട്ടിയെ മാത്രം ഈ ജോത്സ്യൻ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ കാണാതെ ആയതോടുകൂടിയാണ് അമ്മ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി ഇയാളുടെ തന്ത്രിയുടെ ഈ മുരാരിയുടെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ പീഡന വിവരങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. ടോം, അത് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ഉപദ്രവം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നും പറയുന്നു. അപ്പം അങ്ങനെയാണ് ഇവർ ഈ പെൺകുട്ടിയും കൂട്ടി ഈ മാതാവ് തൊട്ടടുത്തുള്ളൊരു വീട്ടിലെത്തുകയും വിവരങ്ങൾ പറഞ്ഞങ്ങനെ പോലീസിന് വിവരം അറിയിക്കുന്നത്. പുത്തൂർ പോലീസാണ്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഈ ജോത്സ്യൻ അവിടെ നിന്നും രക്ഷപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത്. ജോത്സ്യനെ ആയിട്ട് നിരവധി അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു, പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അല്പസമയം മുന്നേ ജോത്സ്യനെ പോലീസ് പിടികൂടി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഭരണിക്കാവ് വെച്ചിട്ടാണ് ഇയാളുടെ ഒളിസങ്കേതം വളഞ്ഞ് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്ന സമയത്താണ് പോലീസ് അവിടെ എത്തുകയും ഇയാളെ കൈയോടെ പിടികൂടിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവം. വിനീഷ്, ഇയാളൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ജ്യോതിഷം പരിപാടിയുമാക്കി രംഗത്തിറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനലിൽ വന്നിരുന്ന ജ്യോതിഷത്തെക്കുറിച്ച്, അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇയാളൊരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? കാരണം ഇതിനു മുൻപും നിരവധി പരാതികൾ, സമാനമായ രീതിയിലുള്ള പല ആക്ഷേപങ്ങളും ഇയാൾക്കെതിരെ ഉയർന്നു വന്നിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഇയാൾക്കെതിരെ ആരും പരാതിയുമായി മുന്നോട്ട് വരാതിരുന്നതാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ എന്താണ്? പോലീസ് ഏതെങ്കിലും കേസുകൾ, സമാനമായ രീതിയിലുള്ള പോക്സോ കേസുകളോ പീഡന കേസുകളോ ഇയാൾക്കെതിരെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
ടോം, ഇയാളുടെ പേര് രാജൻ ബാബു എന്നാണ് ഒഫീഷ്യൽ നെയിം. പക്ഷേ ഇയാൾ മുരാരി തന്ത്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വയം തന്ത്രി എന്നൊരു പ്രഖ്യാപനത്തിലൂടെയാണ് ഇയാൾ ഈ തട്ടിപ്പുകൾ നടത്തി വന്നിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇയാൾ പുത്തൂർ മണ്ഡപം ജംഗ്ഷനിൽ ഓട്ടോ ഓടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ കമ്പ്യൂട്ടർ ജാതകം, അത് മാരേജ് ബ്യൂറോ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ നടത്തി വന്നിരുന്നു. അത് ഇപ്പോഴും ആ സ്ഥാപനം അവിടെയുണ്ട്. അവിടെ ഇപ്പോൾ ജ്യോതിശാലയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുരാരി ജ്യോതിശാലയം എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ നമുക്കറിയാൻ, നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം, പുത്തൂർ നിവാസികളോ അല്ലെങ്കിൽ ഈ പരിസരത്തുള്ളവരോ ആരും തന്നെ ഈ തന്ത്രിയുടെ ഈ ജോത്സ്യൻ്റെ അടുത്ത്, തന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ജോത്സ്യനെ കാണാൻ പോകാറില്ല. ഇയാൾ റീൽസുകളിലൂടെയാണ് ആൾക്കാരിലേക്ക് സ്വീകാര്യത ഉറപ്പിച്ചിരുന്നെന്നാണ് പറയുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയയിലടക്കം ഇയാൾ പ്രത്യേകം പേജുകളൊക്കെ സൃഷ്ടിക്കുകയും അങ്ങനെ ഇയാളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത വീഡിയോകളടക്കം പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് അധികം ആൾക്കാർ ഇയാളെ കാണാനായി എത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പീഡനത്തിന് ഇരയായ കുട്ടിയും കൊല്ലം ജില്ലയിലാണെങ്കിലും മറ്റു സ്ഥലത്താണ് താമസിക്കുന്നത്. എന്തായാലും പോലീസ് ആ കുട്ടിയുടെ മൊഴി പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം മറ്റൊന്നാണ് ടോം. ഇയാൾ ഇപ്പോൾ വലിയ സമ്പന്നനാണെന്നാണ് അറിയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ജ്യോതിഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോയിട്ട് പണം സമ്പാദിച്ചാണ് ഇയാൾ നാട്ടിൽ വലിയ ജ്യോതിശാലയം ഒക്കെ നടത്തി വന്നിരുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. നാട്ടുകാർ തന്നെ പോലീസിന് പലതരത്തിലുള്ള മൊഴികൾ നൽകുന്നുണ്ട്. മുൻപും ഈ അബ്കാരി കേസിലടക്കം ഇയാൾ പ്രതിയായിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ പോക്സോ കേസ് ആദ്യമായിട്ടാണ് ഇയാളുടെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് നാട്ടുകാർ ഇത് കാണുന്നത്. ശക്തമായ ശിക്ഷ നൽകണം എന്നുള്ള വലിയൊരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഈ ബാധ ഒഴിപ്പിക്കുക ഇങ്ങനെയുള്ള ഈ വ്യാജസിദ്ധന്മാരുടെ ഒരു കാലമാണ്. ഇത്തരം വ്യാജസിദ്ധന്മാരെ തിരിച്ചറിയാൻ ഒരിക്കലും വൈകരുത്. കാരണം വിദ്യാസമ്പന്നരായവരാണ് കൂടുതൽ ഇതിൽ പെട്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 16 വയസ്സ് പ്രായം, ഒരു +2 ഡിഗ്രി പ്രായമാണ് ശരിക്കും. അപ്പോൾ ഈ പിടുന്നുണ്ട്, അതായത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഈ ശ്മശാനങ്ങളിൽ ഈ ശവസംസ്കാരം പോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നവർ, ഇവരുടെ ദേഹത്തൊന്നും ഇത്തരത്തിലുള്ള ബാധകൾ കൂടുന്നില്ല. എന്താണ് ഈ വിദ്യാർത്ഥികൾ തന്നെ ഇങ്ങനെ കൂടും? ഇതൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കുട്ടികൾ തിരിച്ചറിഞ്ഞ് മാതാപിതാക്കളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പിന്നിലുള്ള ഒരു കാര്യം ടോം. എന്തായാലും ഈ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ബോധവാന്മാരാവുക എന്ന് തന്നെയാണ്. ഈ സൈബർ തട്ടിപ്പൊക്കെ പോലെ തന്നെ ഈ തീർച്ചയായും അങ്ങനെയെങ്കിൽ ഇയാളുടെ മറ്റ് പശ്ചാത്തലം, സാമ്പത്തിക ഉറവിടം ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? എങ്ങനെയാണ് വെറും ഓട്ടോറിക്ഷ തൊഴിലാളിയിൽ നിന്നും ഈ രീതിയിൽ വലിയ ഒരു അതിസമ്പന്നനായ രീതിയിലേക്ക് ഈ മുരാരി തന്ത്രി മാറിയത്, അല്ലെങ്കിൽ മുരാരി തന്ത്രിയിലേക്ക് ഈ രാജൻ ബാബുവിൽ നിന്നും മുരാരി തന്ത്രിയിലേക്ക് എങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതല്ലേ? പ്രാഥമികമായിട്ടുള്ള ഒരു പ്രാഥമിക ഘട്ടം എന്നോണം കിട്ടിയ പരാതി പോക്സോ കേസ് പ്രകാരമുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇനി മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം പരാതികൾ എത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ ഒരു സംഭവം പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ നിരവധി കോണുകളിൽ നിന്ന് ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള അമർഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇയാളുടെ ചതിക്കുടിയിലകപ്പെട്ട നിരവധി പേർ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരാതികൾക്ക് അനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ട് അന്വേഷണം നടത്തുമെന്നാണ് DSP നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ പോക്സോ വകുപ്പ് പ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഭരണിക്കാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണങ്ങളിലേക്കും എല്ലാം ഇനി നീങ്ങും. പോലീസിന്റെ അടുത്ത ഘട്ടം അങ്ങനെ തന്നെയായിരിക്കും. എസ് ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുത്തൂരിലാണ് പോക്സോ കേസിൽ വ്യാജസിദ്ധൻ അറസ്റ്റിലായിരിക്കുന്നത്. മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു 16 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. അതായത് ഈ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി ലൈംഗികമായി അതിക്രമം നടത്തുകയായിരുന്നു. നമ്മൾ നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ് പലപ്പോഴും ചതികളിൽപ്പെടുന്നത്, കബളിപ്പിക്കപ്പെടുന്നത്. ഓർക്കുക, ഇതുപോലുള്ള സിദ്ധന്മാർ അല്ലെങ്കിൽ ഈ പൂജാരിമാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്വയം വലിയ രീതിയിൽ ഒരാൾ ദൈവങ്ങളാകാനൊക്കെ നടക്കുന്ന ആളുകളെയൊക്കെ സൂക്ഷിക്കണം. അവരുടെ പിന്നിൽ പല അജണ്ടകളുമുണ്ടെന്ന് തിരിച്ചറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.